പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ഇന്ന് കഴിഞ്ഞ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് സോളോസിക്കോവയ്ക്കെതിരെ ഡിഫെൻഡ് ചെയ്ത് ജേക്കബ് ഫാറ്റു പരാജയപ്പെട്ടതിന് ശേഷം ജേക്കബ് ഫാറ്റുവിനെതിരെ ഇപ്പോൾ സോളോസിക്കോവ പുതുതായി കൊണ്ടുവന്നിട്ടുള്ള ടോള ടോങ്ക അടക്കമുള്ള ഈ ഒരു ഫാക്ഷൻ എതിരെ നിൽക്കുമ്പോൾ ജേക്കബ് ഫാറ്റുവിൻ്റെ കൂടെ ആരൊക്കെ നിൽക്കുമെന്നുള്ളൊരു സംശയം ഉടലെടുത്തിട്ടുണ്ട്. അപ്പോൾ ജേക്കബ് ഫാറ്റുവിൻ്റെ കൂടെ റോമൻ റിയൻസ് തിരികെ വന്നാൽ നിൽക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. കാരണം റോമൻ റിയൻസിൻ്റെ നിലവിലെ ക്യാരക്ടർ ബ്ലഡ് ലൈൻ സ്റ്റോറിയുമായി കണക്ട് ചെയ്ത് പോയിട്ടുള്ളതും സോളോസിക്കോവയ്ക്കെതിരെയുള്ള റോമൻ റിയൻസിൻ്റെ സ്റ്റോറി അവർ വലിയ രീതിയിൽ അവസാനിപ്പിക്കാത്തതും റോമൻ റിയൻസ് തിരികെ വന്നാൽ ജേക്കബ് ഫാറ്റുവിൻ്റെ കൂടെ നിന്ന് സോളോസിക്കോവയുടെ ഫാക്ഷനെതിരെ പോരാടാൻ നിൽക്കുമോ എന്നുള്ളൊരു സംശയത്തിനും കാരണമായിട്ടുണ്ട്. എന്നാൽ റോമൻ റിയൻസിൻ്റെ തിരിച്ചുവരവ് ജേക്കബ് ഫാറ്റുവിൻ്റെ സ്റ്റോറി ലൈനിലേക്ക്, അതായത് സോളോയ്ക്കെതിരെയുള്ള സ്റ്റോറി ലൈനിലേക്ക് വേണ്ടി അവർ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. റോമൻ്റെ റിട്ടേണിന് സെത്ത് പങ്ക് ഈ സ്റ്റോറിയിൽ തന്നെയായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ജേക്കബ് ഫാറ്റുവിൻ്റെ കൂടെ നിൽക്കാൻ പോകുന്നത് ആരൊക്കെയായിരിക്കും എന്നുള്ളതാണ് പലർക്കും ഒരു സംശയമുള്ളത്. ജേക്കബ് ഫാറ്റുവിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു റെസ്പോൺസുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജേക്കബ് ഫാറ്റുവിന് സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ലാൻസ് അനോയ എന്ന് പറയുന്ന NXTയുമായി നിലവിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ള റോമൻ റിയൻസിൻ്റെ ഫാമിലിയിൽ നിന്ന് വരുന്ന റെസ്ലർ, അദ്ദേഹം ഒരു സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് സർക്യൂട്ടുകളിലും ജേക്കബ് ഫാറ്റുവിൻ്റെ കൂടെ ലാൻസ് അനോയ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിക്ചേഴ്സൊക്കെ പങ്കുവെച്ചുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. നിലവിൽ WWE കോൺട്രാക്റ്റുള്ള ലാൻസ് അനോയ് ജേക്കബ് ഫാറ്റുവിൻ്റെ കൂടെ ഭാഗമായിക്കൊണ്ട് മെയിൻ റോസ്റ്ററിൽ ഡെബ്യൂ ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല. ഈ സെഗ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഉമാഗയുടെ മകനായ സില ഫാറ്റു കോൺടാക്റ്റ് ചെയ്യൂ എന്നുള്ളതിന് ഒരു സമാനമായി ഇൻഡയറക്റ്റായി ഒരു ടെലിഫോണിൻ്റെ ഒരു സിമ്പിൾ കൊടുത്തുകൊണ്ട് ഒരു ട്വീറ്റ് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വിളിച്ചാൽ താനും ജേക്കബ് ഫാറ്റുവിൻ്റെ കൂടെ നിൽക്കാം, സോളോസിക്കോവയ്ക്കെതിരെ പോരാടാൻ വേണ്ടി ജേക്കബ് ഫാറ്റുവിൻ്റെ ടീമിൽ ചേരാമെന്നുള്ള ഒരു അർത്ഥം കൂടി അതിനുണ്ട്. അപ്പോൾ ജേക്കബ് ഫാറ്റുവിനെ WWE ഉള്ളിലും പുറത്തു നിന്നും വലിയൊരു സപ്പോർട്ടുകൾ ഇപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈനിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അവർ കാണിക്കാൻ പോകുന്ന ഒരു ആംഗിൾ മിക്കവാറും ജിമ്മി ഊസോ ജേക്കബ് ഫാറ്റുവിൻ്റെ കൂടെ നിന്ന് സോളോസിക്കോവയ്ക്കെതിരെ അടിക്കുന്ന ഒരു രംഗങ്ങളൊക്കെ ആയിരിക്കും ഇനി അവർ കാണിക്കാൻ പോകുന്നത്. എന്നാൽ ജേക്കബ് ഫാറ്റുവിന് ജിമ്മിയുടെ സഹായം മാത്രം പോരാ, മറ്റ് താരങ്ങളുടെ ഒരു സഹായം വേണം. കാരണം നമ്പേഴ്സ് അഡ്വാൻറ്റേജ് സോളോസിക്കോവയുടെ ടീമിനാണ് ഉള്ളത്. അപ്പോൾ ജേക്കബ് ഫാറ്റുവിന് ചിലപ്പോൾ ജെ ഊസോയുടെ സഹായം ലഭിച്ചേക്കാം. അതുപോലെ തന്നെ ലാൻസ് അനോയ്, സില ഫാറ്റു, ഇവരിൽ ആരെങ്കിലും ഒരു ഡെബ്യൂ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അത്തരത്തിലുള്ളൊരു പ്ലാനുകളാണ് നിലവിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും റോമൻ റിയൻസും ജേക്കബ് ഫാറ്റുവും ടീമാകാനോ ഫേസ് ടു ഫേസ് വരാനോ സാധ്യതയില്ല. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് നെക്സസിൻ്റെ റിട്ടേണിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് നെക്സസിലെ മുൻ മെമ്പേഴ്സായ ഡാരൻ യങ്, ഡേവിഡ് ഒട്ടാങ്ക പുതിയൊരു ട്വീറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട്. ഇന്നത്തെ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം ജോൺസൺ ടൈറ്റിലൊക്കെ റിട്ടേൺ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ട്വീറ്റ് അവർ പങ്കുവെക്കുന്നത്. ജോൺസൺ റെഡിയാണോ? നെക്സസിൻ്റെ മെമ്പേഴ്സായ ഞങ്ങൾ ഇപ്പോൾ ജിമ്മിൽ വെച്ച് കണ്ടുമുട്ടി, നെക്സസിൻ്റെ ചില കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളൊരു രീതിയിലാണ് ഡാരൻ യങ്ങും ഡേവിഡ് ഒട്ടാങ്കയും ആ ഒരു ഫോട്ടോ ഒരുമിച്ച് പങ്കുവെക്കുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ റൈബാക്ക് എന്ന് പറയുന്ന നെക്സസിലെ അംഗമായിരുന്ന താരം റൈബാക്കും ഒരു ട്വീറ്റ് പങ്കുവെക്കുന്നുണ്ട്. രണ്ടാളെയും കാണാൻ നല്ല രസമുണ്ട്, നല്ല ഗ്രേറ്റ് ഷേപ്പിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ളതും റൈബാക്ക് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നെക്സസിലെ മെമ്പേഴ്സൊക്കെ ഒരു റിട്ടേണിൻ്റെ ഒരു സൂചന നൽകുന്നുണ്ട്. നെക്സസ് തിരികെ വരാൻ പോകുന്നു എന്നുള്ളത് പറയുന്നില്ല. പക്ഷേ ജോൺസനെ ഡയറക്റ്റ് മെൻഷൻ ചെയ്തുകൊണ്ട് ഡാരൻ യങ് ഈ ഒരു ട്വീറ്റ് പങ്കുവെക്കുന്നത് ചിലപ്പോൾ നെക്സസിൻ്റെ റിട്ടേണിലേക്ക് നയിച്ചാലോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. നെക്സസിൻ്റെ ലീഡറായ വെയ്ഡ് ബാർട്ടെ നിലവിൽ സ്മാക്ഡൗണിൽ കമൻറ്റേറ്ററായിട്ട് ആക്റ്റീവാണ്. അപ്പോൾ ഒരു റിട്ടേണിൻ്റെ സൂചന അല്ലെങ്കിൽ സാധ്യതകൾ അവിടെ കറങ്ങി നടക്കുന്നുണ്ട്. നടന്നാൽ അത് അടിപൊളിയായിട്ട് അവർ കാണിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നെക്സസിൻ്റെ റിട്ടേണിന് കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.